നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രവാസികൾക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു വലിയൊരു എമൗണ്ട് ആദ്യമേ തന്നെ മുടക്കാൻ മടി കാണിച്ചുകൊണ്ട് പലരും ഇൻഷുറൻസ് തുകയിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുണ്ട്. നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെയുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരും നോർക്കയും ചേർന്ന് ഒരു പുതിയ അപ്ഡേഷൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രവാസികളായി നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രവാസി മലയാളികളുടെ ആരോഗ്യ പരിരക്ഷ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമാക്കുന്നത്. ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാരും നോർക്കയും ചേർന്നാണ് ആരോഗ്യ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത്. പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യം കൂടിയാണ് ഇത്. വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റുഡന്റ് വിസയിൽ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇൻഷുറൻസിൽ ചേരാം. അപ്പോൾ അതിൽ വ്യത്യാസമില്ല, എല്ലാ മലയാളികൾക്കും ചേരാം. ഒപ്പം തന്നെ സ്റ്റുഡൻസ് വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ ഇതിൽ ചേരാവുന്നതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, വിദ്യാർത്ഥികൾക്കും ചേരാം എന്നുള്ളത്. അതുപോലെ നോർക്ക കെയർ എന്ന പദ്ധതിയിലൂടെ ഇന്ത്യയിലെ 12,000 ആശുപത്രികളിൽ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി. ദുബായിലെല്ലാത്തിന് ഈ നോർക്ക കെയർ പദ്ധതിയിലൂടെ ഇന്ത്യയിലുള്ള 12,000 ആശുപത്രികളിലാണ് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നത്. പക്ഷെ അതുകൂടി എങ്ങനെയെങ്കിലും ഈ പറയുന്ന സർക്കാർ തമ്മിൽ ചേർന്ന് സംസാരിച്ച അവിടെ തന്നെയാണെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നു. പക്ഷേ പ്രവാസികൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇപ്പോൾ അവർക്ക് അവിടുന്ന് വല്ല അസുഖവും വന്നു കഴിഞ്ഞാൽ ഇത് പ്രകാരം വന്ന് ഇന്ത്യയിൽ ഇവർക്ക് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സ നടത്താനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല പല ആരോഗ്യ ചികിത്സയ്ക്കും ഇന്ത്യയിലുള്ള ഡോക്ടർമാരെ എത്രക്കാൾ വെല്ലാൻ കഴിയുന്ന ആരും ഇല്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന ആ ഒരു ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ലഭിക്കും. പക്ഷെ ആരോഗ്യമൊന്നും വരാതിരിക്കട്ടെ, ആരോഗ്യവാന്മാരെ. പ്രീമിയം തുക നോക്കാം നമുക്ക്. 7,500 രൂപയാണ് ഒരാൾക്ക് വാർഷിക പ്രീമിയം. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഈ 7,500 രൂപ അടച്ചു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബ ഇൻഷുറൻസിന് 13,275 രൂപയാണ് പ്രീമിയം. അപ്പോൾ 7,500 രൂപയ്ക്ക് ഒരാൾ അടയ്ക്കുന്നതിനേക്കാളും നല്ലത് കുടുംബമായിട്ടാണെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കും, അപ്പോൾ 4 പേർക്ക് 13,275 രൂപയാണ് വർഷത്തിൽ അടയ്ക്കേണ്ടത്. 2-ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 4,130 രൂപ അധികമായി നൽകണം. ഇനി 25 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ കുടുംബ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ലതായിരിക്കും. 25 വയസ്സിലും താഴെയുള്ളവർക്ക് ഈ അച്ഛനമ്മ 2 കുട്ടികൾ എന്നുള്ളതിൽ 25 വയസ്സ് 24 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗമാകാൻ കഴിയും. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ പരിരക്ഷ കിട്ടുന്നത് എന്ന് നോക്കാം. പദ്ധതിയിൽ അംഗമാകാൻ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമാണ് പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കില്ലേ? ഇന്ത്യക്ക് പുറത്തേക്ക് കേരളം വരുമല്ലോ. ഇന്ത്യക്ക് പുറത്ത് പറയുമ്പോ കേരളത്തിൽ നിന്നുള്ളവരും ഇന്ത്യക്ക് പുറത്തല്ലേ? അങ്ങനെ കേരളത്തിൽ നിന്ന് പുറത്ത് തമിഴ്നാട്ടിലുള്ളവർക്കില്ല. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കും. ഇനി ആർക്കൊക്കെയാണ് ഈ പരിരക്ഷ ലഭിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പദ്ധതിയിൽ അംഗമാകാൻ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ജീവിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്കുമാണ് പദ്ധതിയിൽ അംഗമാകാൻ കഴിയുക. പ്രവാസികൾ എന്ന് പറയുമ്പോൾ പ്രവാസികൾക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്ത്, അതിപ്പോൾ തമിഴ്നാട് ആയിക്കോട്ടെ, ബോംബെ, ഡൽഹി ജോലി ചെയ്യുന്നവർക്കും ഇതിലൊരു പരിരക്ഷ ലഭിക്കും. പ്രവാസികൾക്കും പരിരക്ഷ ലഭിക്കും. പ്രവാസികളിൽ നോർക്ക പ്രവാസി ID കാർഡ് ഉള്ളവർക്കും സ്റ്റുഡന്റ് ID കാർഡ് ഉള്ളവർക്കും നോർക്ക കെയർ പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 5 ലക്ഷം രൂപയുള്ള ചികിത്സയാണ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് 70 വയസ്സുവരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും. അപ്പോൾ ഇതുവരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ചോദിക്കും. ആ അസുഖങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് പറയും. അതങ്ങനെയല്ല, നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ട്. ക്യാഷ്ലെസ് ഇല്ലാത്ത ആശുപത്രികളിൽ നിന്ന് ക്ലെയിം നൽകാൻ 60 ദിവസം വരെ സമയം ലഭിക്കും. ക്യാഷ്ലെസ് ഇല്ലാത്ത ആശുപത്രി, അപ്പോൾ അവിടുന്ന് അങ്ങനെ ചില ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ചികിത്സ നടത്തുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ആശുപത്രികളിൽ നിന്ന് ക്ലെയിം നൽകാൻ 60 ദിവസം വരെ സമയം ലഭിക്കും. ചികിത്സയ്ക്കായി കിടക്കുന്ന മുറിയുടെ വാടകയായി ഇൻഷുറൻസ് തുകയുടെ 1% ലഭിക്കും. ICU ചാർജുകൾക്ക് ഇൻഷുറൻസ് തുകയുടെ 2% ലഭിക്കും. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 30 ദിവസത്തെയും പ്രവേശിപ്പിച്ചതിനു ശേഷമുള്ള 60 ദിവസം വരെയുള്ള ചികിത്സാ ചെലവും ലഭ്യമാകും. ഡേ കെയർ ചികിത്സകളും ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
വിദേശത്ത് അപകടമരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക പൂർണ്ണമായും നഷ്ടപരിഹാരമായി ലഭിക്കും. ഇതിനു പുറമെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് 50,000 രൂപ ചെലവിനത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്ക് അകത്താണെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 25,000 രൂപയാണ് സഹായം. ഒരുപക്ഷെ നമുക്കിപ്പോൾ പറയുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മൾ പ്രവാസ അതായത് മൃതദേഹം ഒന്ന് അതിന്റെ നടപടി പൂർത്തീകരിക്കാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് പലരുടെയും മൃതദേഹം വൈകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പണം കെട്ടിവെച്ച് പോലും കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പണമുള്ള സമയത്ത് ഇത്തരത്തിലൊരു ഇൻഷുറൻസ് എടുത്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലായിരിക്കും. കാരണം ഇത് സംസ്ഥാന സർക്കാർ കൂടിയാണ് നടത്തുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ നോർക്ക വഴിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു നിയമ സാധുത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റിക്കപ്പെടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അപകടത്തിൽ സ്ഥിരമോ പൂർണ്ണമോ ആയ ശാരീരിക വൈകല്യം സംഭവിച്ചാലും ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ ലഭിക്കും. ഭാഗിക വൈകല്യങ്ങളാണെങ്കിൽ പോളിസി ഷെഡ്യൂൾ പ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കും. 1 വർഷമാണ് പോളിസിയുടെ കാലാവധി. ഓരോ വർഷവും ആരോഗ്യ അപകട ഇൻഷുറൻസ് പുതുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇനി 5 കൊല്ലത്തേക്ക് ഉണ്ടെന്ന് കരുതരുത്. എല്ലാ വർഷവും ഇത് പുതുക്കണം. അപ്പോൾ നമ്മൾ പൊതുവെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇപ്പോൾ ഇത്രയും വലിയ രൂപ മുടക്കിയിട്ട് 1 വർഷത്തേക്ക് എടുക്കുന്നത്, എന്നിട്ട് നമുക്ക് അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ പൈസ നഷ്ടമാവില്ലേ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. നമുക്ക് അപകടം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രിക്കോഷനായിട്ട് ഈ എമൗണ്ട് എടുത്തു വെക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് അത് എടുത്തു വെച്ചതുകൊണ്ട് ചെന്നിട്ട് അപകടത്തിൽ ചാടണം എന്നുള്ളതല്ല. നമുക്കത് എപ്പോഴും മുൻകരുതൽ എപ്പോഴും നല്ലതാണല്ലോ. ഇനി ഇൻഷുറൻസിൽ എങ്ങനെ ചേരാമെന്ന് നമുക്ക് നോക്കാം. ഇൻഷുറൻസിലേക്ക് പ്രവാസികളെ ചേർക്കുന്നതിന് ലോകമെമ്പാടും വ്യാപക പ്രചാരണം നടത്താൻ നോർക്ക തീരുമാനിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 25 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷൻ ഡ്രൈവ് രാജ്യാന്തര തലത്തിൽ നടത്തും. പരമാവധി പ്രവാസികളെ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ഡ്രൈവിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രവാസി സംഘടനകൾ, ലോക കേരള സഭാ അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി വിവിധ രാജ്യങ്ങളിൽ പ്രാരംഭ യോഗങ്ങൾ നോർക്ക നടത്തും. ആദ്യഘട്ട യോഗങ്ങൾ യുഎയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ മാസം 22 മുതൽ 24 വരെ ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലാണ് യോഗം ചെയ്യുന്നത്. അബുദാബി അലൈൻ മേഖലാ യോഗം 22 വൈകുന്നേരം 7:30 അബുദാബി ബീച്ച് റൊട്ടാന ഹോട്ടലിനും, ദുബായ് മേഖലാ യോഗം 24 രാവിലെ 10 ദുബായ് ഗ്ലെൻഡെയിൽ സ്കൂളിലും, ഷാർജ, അജ്മാൻ, ഉമൽ ഖുവൈൻ, ഫുജൈറ, റാസൽ ഖൈമ മേഖലാ യോഗം 24 വൈകുന്നേരം 6 ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലുമാണ് നടക്കുന്നത്. പ്രവാസികൾ കഴിയുന്നതും ഈ ഒരു യോഗങ്ങൾ, അതായത് ഇതിപ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും ഇത് പറയണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല, ഇത് വായിച്ചപ്പോൾ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 24 തീയതിയുള്ള ഈ ക്യാമ്പയിനിൽ നിങ്ങളും പങ്കുചേരുക. മാക്സിമം നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഷുറൻസ് എടുക്കുക. അത് നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് അത് വളരെ നല്ല ഒരു ഗുണമായിരിക്കും അത് ചെയ്യുന്നത്. എന്തെങ്കിലും അപകടം, ഒരിക്കലും അപകടം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് വളരെ ഒരു സഹായമായിട്ട് മാറും. തീർച്ചയായിട്ടും പെട്ടെന്ന് ഉള്ള നമുക്ക് ഈ നിലച്ചിരിക്കാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ നമ്മുടെ കയ്യിലുള്ള ഒരു 500 രൂപ സമ്പാദ്യം പോലും പോകാനുള്ള പ്രധാന കാരണം. നമ്മളെ കൂടുതൽ കടക്കാരാക്കുന്നതും അത്തരം സംഭവങ്ങൾ തന്നെയാണ്. സേവിങ്സ് എപ്പോഴുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് വരുമ്പോൾ നമുക്ക് അതെടുത്ത് ചിലവാക്കാമല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടാകും. എന്തായാലും ഇൻഷുറൻസ് തുക അത്രയും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആലോചിച്ച ഈ യോഗങ്ങളിൽ പങ്കെടുത്ത് കൃത്യമായ മാർഗരേഖകൾ വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പണം മുടക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വളരെ വേണ്ടപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇതുപോലെ പ്രത്യേകം ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റായി ചോദിക്കാം. നമുക്ക് നോർക്കയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അതുവരേക്കും നമസ്കാരം.